ബഹുമാനപ്പെട്ട സമസ്തയെ കുറ്റം പറയുമ്പോ, സമസ്തക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർത്തുമ്പോ, സമസ്ത എന്ന പണ്ഡിത സഭയെ ചെറുതാക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ കേൾക്കേണ്ട വാക്കാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട സമസ്ത ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ, 40 അംഗ മുശാവറ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ, ആ തീരുമാനത്തിൽ നിനക്ക് സംശയം തോന്നുന്നുണ്ടോ, ആ തീരുമാനത്തിൽ നിനക്ക് സംശയമുണ്ടോ എങ്കിൽ നീ പേടിക്കണം, നിന്റെ ഈമാനിനെന്തോ തകരാറുണ്ട് എന്നാണ് അതിനർത്ഥം. ആരാ പറഞ്ഞത്? നമ്മൾ കണ്ടു മരിച്ചുപോയ അത്തിപ്പറ്റ ഉസ്താദ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ആദ്യകാലത്ത് ഉടലെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു. ഈ സമുദായത്തെ പിന്നോക്ക് വലിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു സംഘടനാ സംവിധാനമാണ് മൗദൂദിസം എന്നുള്ളത് ഒരു വസ്തുതയാണ്. സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് കയറിപ്പോകുന്ന മുസൽമാനെ പിന്നോട്ട് വലിച്ചത് അവരാണ്. മതേതര കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന മക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അവരാണ്. പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റ് തലം വരെ വോട്ട് ചെയ്ത് വിജയിച്ച് അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് കയറി ചെല്ലാനുള്ള അവസരം ഉപയോഗിക്കുന്ന ജനാധിപത്യ പ്രക്രിയയോട് മുഖം തിരിഞ്ഞു നിന്നത് അവരാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാവുന്നത് ശിർക്കാണെന്ന് പഠിപ്പിച്ച് അനുയായികളെ പിന്തിരിപ്പിച്ചത് അവരാണ്. അതേ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കൊടിയും വെച്ച് വാഹനത്തിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരാണോ ആ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയത്, ആ മനുഷ്യന്റെ പേര് പോലും പറയാൻ അറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമായി ആ പ്രസ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ, ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രത്യേകത 1926 കോഴിക്കോട് ടൗൺ ഹാളിലെ അധ്യക്ഷ വേദിയിലിരുന്ന ആളുടെ പേരിൽ തന്നെ വേണം നൂറ്റാണ്ടിന്റെ ആഘോഷം പൂർത്തിയാക്കാൻ വേദിയൊരുക്കുന്നത് എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് സമസ്തയുടെ പ്രത്യേകത. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്നും ഇന്നലെയും പുതുക്കി പണിത ഭരണഘടനയിൽ കടത്തിക്കൂട്ടിയതല്ല. 1934 രജിസ്റ്റർ ചെയ്യുമ്പോൾ സമർപ്പിക്കപ്പെട്ട ഒന്നാമത്തെ ഭരണഘടനയുടെ 1-ാമത്തെ അധ്യായം എടുത്തുകൊണ്ട് പരിശോധിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്ന വസ്തുതയാണ് ഈ സംഘടന എന്തിനുണ്ടാക്കി എന്നുള്ളത്. മദ്രസകൾ ഉണ്ടാക്കലും, മഹല്ലുകൾ ഉണ്ടാക്കലും, സംഘടനകൾ ഉണ്ടാക്കലും ഒക്കെ അതിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ അതിനപ്പുറം ബഹുമാനപ്പെട്ട സമസ്തയുടെ ലക്ഷ്യം മലയാളക്കരയിലെ മുസ്ലിമിന്റെ ഈമാൻ കവർന്നെടുക്കാൻ വരുന്ന ചിത്രശക്തികൾക്കെതിരെ ജാഗ്രത പാലിച്ചുകൊണ്ട് കാവലിരിക്കുക എന്ന ദൗത്യമായിരുന്നു. 1-ാമത്തെ ഭരണഘടനയുടെ 1-ാമത്തെ ഭാഗത്ത് വളരെ കൃത്യമായത് വിശദീകരിക്കുന്നു. എന്തിനാണ് സമസ്തയുണ്ടായത്? ഇസ്ലാമിന്റെ തനിമയെ തകർക്കുന്ന പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കെതിരെ വരുന്നവരെ പ്രതിരോധിക്കുക, അവരുടെ പൊള്ളയായ വാദങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുക, അതിനുവേണ്ടി കാവലിരിക്കാനുള്ള സന്നദ്ധമായ ഒരു സംഘ സംവിധാനത്തെ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുക. ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം അതാണ്. 1934 രജിസ്റ്റർ ചെയ്ത ഭരണഘടനയിലെ ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ 100-ാം വാർഷികത്തിന്റെ പ്രചരണത്തിന്റെ വേദികളിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ ആദർശമാണ്, അഹ്ലുസുന്നയുടെ ആദർശം. ഒരുപാട് വിഭാഗങ്ങളായി, വ്യത്യസ്ത ചേരികളിലായി സമൂഹം ഭിന്നിക്കപ്പെടുമ്പോൾ ആ ഭിന്നത യാഥാർത്ഥ്യമാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ഹദീസ്. യതഫറഖു ഉമ്മത്തി 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി വേർപിരിയും. ഭിന്നതയിൽ എന്റെ സമുദായം മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലായിരിക്കുമെന്ന് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് പറയുന്ന കാലത്ത് ഒറ്റ ഇസ്ലാമേ ലോകത്തുള്ളൂ. അത് പറയുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഭിന്നതയുടെ വിഷബീജം കുത്തിവെക്കപ്പെട്ടിട്ടില്ല. അത് കേട്ട സഹാബാക്കളുടെ മുമ്പിൽ 2-ാമത്തെ ഒരു ഇസ്ലാമിന്റെ രൂപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല.
എങ്കിലും സഹാബാക്കൾ തിരിച്ചു ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങനെയുള്ള ഒരു ഘട്ടം വരുമ്പോ അവരിൽ ആരെയാണ് ഞങ്ങൾ അനുഗമിക്കേണ്ടത്? ആരെയാണ് ഞങ്ങൾ പിൻപറ്റേണ്ടത്? നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ആരെയാണ് ഞങ്ങൾ അനുധാവനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്ത അടയാളം, എന്റെ സമുദായം ഭിന്നിക്കുമ്പോ എന്നെയും എന്റെ സഹാബാക്കളെയും പിൻപറ്റുന്നവരാണ് നേർവഴിയിലുള്ളവർ എന്നാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം സുന്നികളായ നമ്മുടെ പള്ളിയിലൊക്കെ 2 ബാങ്ക് കൊടുത്തുകൊണ്ടാണ് ജുമാ നിസ്കാരം നിർവഹിച്ചതെങ്കിൽ 100ാം വാർഷികം പ്രഖ്യാപിച്ച മറ്റൊരു പ്രസ്ഥാനത്തിന്റെ പള്ളിയിൽ ഒറ്റ ബാങ്കേ ഉണ്ടാവൂ. എന്തേ കാരണം? നബിതങ്ങൾ അങ്ങനെ 2 ബാങ്ക് കൊടുത്തില്ല എന്നാണ് അവര് ന്യായം പറയുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബാണ് പറഞ്ഞത്, എന്നെയും എന്റെ സമുദായത്തിന്റെ നേതാക്കളായ സഹാബാക്കളെയും പിൻപറ്റുന്നവരാണ് നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവർ. ആ സഹാബാക്കളിൽ പ്രമുഖരായ ഹസ്രത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവാണ് 2ാമത്തെ ബാങ്ക് സ്ഥാപിച്ചത് എന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നു. എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് അവരാണ് പരിശോധിക്കേണ്ടത്. സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാനുള്ള അടയാളം തേടിപ്പോകുന്നവർക്ക് കിതാബ് പരതാതെ, മുത്താലഅ ചെയ്യാതെ, ഹദീസിൽ ഗവേഷണം നടത്താതെ, തന്റെ കണ്ണും കാതും കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന അടയാളം പറഞ്ഞു വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബി ലോകത്തോട് വിട പറഞ്ഞു പോയത്. അതിന് ചില അപാകതകൾക്ക് തുടക്കം കുറിച്ചപ്പോഴാണ് സംഘടനയില്ലാത്ത കേരളത്തിലേക്ക് സംഘടനകളുടെ തുടക്കം കുറിക്കുന്നത്. ആ കൂട്ടത്തിൽ പണ്ടുള്ളവർ കണ്ടുവച്ചിരുന്ന പലതും അപാകതയായിട്ടായിരുന്നു അവർ പ്രചരിപ്പിച്ചത്. വിശുദ്ധ റബീഉൽ അവ്വലിലെ മൗലിദിന്റെ പുണ്യകരമായ സദസ്സുകളെ കുറിച്ച് അപകീർത്തികരമായ രീതിയിൽ അവർ പ്രചരിപ്പിച്ചു. ജനാസയുമായി മക്ബറയിലേക്ക് നടന്നു പോകുമ്പോ തന്റെ ചുമലിലേറ്റിയ ജനാസയെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മക്ബറയിലേക്ക് ഖബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലുന്നത് പാപമാണെന്ന് പഠിപ്പിച്ചവരായിരുന്നു അവർ. മരണപ്പെട്ടു പോയ തന്റെ ബന്ധുവിന്റെ ഖബറിന്റെ അടുത്ത് ചെന്ന് ഈ ഖബറിൽ കിടക്കുന്നവന് പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്താണ് എന്ന് പ്രചരിപ്പിച്ചവരായിരുന്നു അവർ. ഈ ഒരു അപകടഘട്ടത്തിലാണ് ഈ പോക്ക് ഈ സമുദായത്തെ അപകടത്തിൽ ചാടിക്കുമെന്ന തിരിച്ചറിവോടുകൂടെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ഒരു സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ആലോചിക്കണം, നമ്മള് ബഹുമാനപ്പെട്ട സമസ്ത രൂപം കൊള്ളുന്ന കാലയളവ് 1926. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമായിട്ടില്ല. ഇവിടെ ജനാധിപത്യ ഭരണകൂടമില്ല. ഇവിടെ മതേതര പാർട്ടികളില്ല. ഇവിടെ രാഷ്ട്രീയ സംഘ സംവിധാനങ്ങളില്ല. ഒരാളുടെ അടുത്ത് ചെന്ന് ന്യായം പറഞ്ഞ് കാര്യം നേടാൻ ഇടവർത്തികളായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥ മേലാളന്മാരില്ല. ഏകാധിപതികളായ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്നിരുന്ന ഒരു ജനസമൂഹമായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ജനസമൂഹം. ലോകത്താകമാന മുസ്ലിമീങ്ങൾ ഭീതിയിൽ കഴിയുന്ന കാലം നാമമാത്രമായി ഉണ്ടായിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാനത്തെ അടയാളവും തുർക്കിയിൽ നിന്ന് തച്ചുടച്ച് തരിപ്പണമാക്കി മുസ്ലിം രാജ്യങ്ങളെ വിഹിതം വെച്ചെടുത്തിരുന്ന ലോകത്തെ വൻ ശക്തികൾ ഈ രാജ്യത്തെയും അടക്കി ഭരിച്ചിരുന്ന കാലമാണ് 1920-കൾ എന്ന് പറയുന്നത്. ലോക മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെ ലോക വൻ ശക്തിക്കെതിരായി, അവരുടെ മതത്തിനെതിരായി എന്നാണ് ഒന്നാമത്തെ കാരണം. മതത്തിന്റെ അടയാളങ്ങൾ തച്ചു തകർത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിലുള്ള പണ്ഡിതന്മാർ മുമ്പിൽ നിന്നുകൊണ്ട് തേരുനയിച്ചു. ഇവിടെയുള്ള സൂഫിബര്യന്മാരും സാദാത്തുക്കളും ഔലിയാക്കളും നേതൃത്വം കൊടുത്തു. പള്ളികളിൽ നിന്ന് തന്റെ പരിധിയിലുള്ള ആളുകളെ വിളിച്ചിട്ട് അവർ പറഞ്ഞു വെള്ളക്കാരോട് പ്രതികരിക്കാൻ. ആയുധാഭ്യാസമില്ലാത്ത, ആയുധ ശക്തിയില്ലാത്ത, കായിക ബലമില്ലാത്ത സാധുക്കളായ സാധാരണ ജനങ്ങൾ പള്ളിയിൽ ഉസ്താദിന്റെ നിർദ്ദേശം കേട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരനെതിരെ പടപൊരുതാൻ മുന്നിട്ടിറങ്ങിയപ്പോ ബ്രിട്ടീഷുകാരന്റെ മുമ്പിലെ ഒന്നാമത്തെ ശത്രുവായി മലയാളക്കരയിലെ സാധാരണ മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാക്കന്മാർ മാറി.
ആ ഒരു സാഹചര്യമാണ് അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. നമുക്കറിയാമല്ലോ, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ സ്ഥാപകൻ മഹാനായ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ്. PMSA പൂക്കോയ തങ്ങളുടെ വല്യുപ്പയായ ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ്. ആരും അറിയപ്പെടാത്ത മലപ്പുറത്തെ ഗ്രാമപ്രദേശമായിരുന്ന പാണക്കാട് എന്ന് പറയുന്ന ഉൾനാടൻ ഗ്രാമത്തെ ലോകത്തോളം ഉയരത്തിൽ എത്തിക്കാനുള്ള നിമിത്തമായ കൊടപ്പനക്കൽ തറവാട്ടിന് തുടക്കം കുറിച്ചത് മഹാനായ ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ സന്താന പരമ്പരയിലെ ഒരുപാട് സാദാത്തുക്കളുടെ ഖബറുകൾ കാണാം പാണക്കാട് പള്ളിയുടെ പരിസരത്ത്. ജുമാ മസ്ജിദിന്റെ പരിസരത്ത് ചെന്ന് മീസാൻ കല്ലുകൾ പരതിയാൽ അതിൽ വലിയൊരു വിഭാഗം സാദാത്തുക്കളുടെ ഖബറുകളാണ്, ബീബിമാരുടെ ഖബറുകളാണ്. പക്ഷേ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന് തുടക്കം കുറിച്ച ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ ഖബർ ഇവിടെ കാണില്ല. എവിടെ പോയി? മഹാനായ ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ ഖബർ കാണാൻ അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകണം. വെല്ലൂരിലെ ബാക്കിയാത്തിന്റെ മുമ്പിലുണ്ട് ആ മഹാനായ മനുഷ്യന്റെ ഖബർ. മലയാളികൾ പോയി സിയാറത്ത് ചെയ്യുന്ന പുണ്യസ്ഥലമായി ആ ഖബർ അവിടെ നിലകൊള്ളുന്നു. എങ്ങനെയാണ് പാണക്കാട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തെ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന കുടുംബനാഥൻ അങ്ങ് വെല്ലൂരിലെത്തിയത്? കച്ചവടത്തിന് പോയിട്ട് അവിടെ മരിച്ചു വീണതല്ല, തൊഴിലെടുക്കാൻ പോയിട്ട് മരിച്ചു വീണതല്ല. പിന്നെങ്ങനെ എത്തി എന്നറിയുമോ നിങ്ങൾക്ക്? മഹാനായ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ തൃക്കുളൂർ സമരത്തിലെ പോരാളികൾക്ക് ഉറുക്ക് മന്ത്രിച്ചു കൊടുത്തു. ആയുധമില്ലാതെ ബ്രിട്ടീഷുകാരനെ പ്രതിരോധിക്കാൻ പോയ മാപ്പിള പോരാളികൾക്ക് ആ യുദ്ധത്തിൽ ധൈര്യം കിട്ടാൻ എന്ത് വേണമെന്ന് ചോദിച്ച് തങ്ങളെ സമീപിച്ചപ്പോ തങ്ങൾ ഉറുക്ക് കൊടുത്തു, ഏലസ് കൊടുത്തു. പാണക്കാടിന്റെ തിരുമുറ്റത്ത് ഇപ്പോഴും തുടർന്നു വരുന്ന മന്ത്രവും ഉറുക്കും അന്ന് തുടങ്ങിയതാണ്. അത് ശിർക്കിന്റെ കോട്ടയാണെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ ചരിത്രം പഠിക്കണം. പാണക്കാട്ടെ ഒന്നാമത്തെ തങ്ങളുടെ പണിയും അതായിരുന്നു. ആ പണിയെടുത്തുകൊണ്ട് മഹാനായ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ തന്നെ വിശ്വസിച്ചു വന്ന സാധാരണയായ മാപ്പിളമാർക്ക് ഉറുക്ക് കൊടുത്തപ്പോ ആ ഉറുക്ക് കെട്ടിയ മാപ്പിളമാര് ബ്രിട്ടീഷുകാരെ നേരിടാൻ പോയി. അവരുടെ കയ്യിലുള്ള ആയുധം തെങ്ങിന്റെ ഓലയുടെ മട്ടലിന്റെ കൊണ്ട് ഉണ്ടാക്കിയ കുന്തമാണ്, കുറുവടിയാണ്. അവരുടെ കയ്യിൽ തോക്കില്ല, അവരുടെ കയ്യിൽ പീരങ്കിയില്ല, അവരുടെ കയ്യിൽ വെടിയുണ്ടകളില്ല. കുറുവടിയും കുന്തവുമായി വെള്ളക്കാരനെ നേരിടാൻ പോയ മാപ്പിള യോദ്ധാക്കൾക്ക് നേരെ വെടിയുതിർത്തു വെള്ളക്കാരൻ. പക്ഷെ വെടിയുണ്ട കൊള്ളുന്നില്ല. ആരുടെയെങ്കിലും ശരീരത്തിൽ കൊണ്ടാലോ ആ വെടിയുണ്ട തെറിച്ചു പോകുന്നു. അവസാനം പരാജയ ഭീതി പൂണ്ട ബ്രിട്ടീഷുകാർ, വെള്ളക്കാർ അവിടെയുള്ള മാപ്പിള യോദ്ധാക്കളെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു. അവരെ പരിശോധന നടത്തി. ദേഹ പരിശോധനയിൽ അവരിൽ പലരുടെയും ശരീരത്തിൽ ഉറുക്ക് കെട്ടിയതായി കണ്ടു. അതിന്റെ സ്രോതസ് അന്വേഷിച്ചു, ഇത് എവിടുന്ന് കിട്ടി? അപ്പോഴാണ് അറിയുന്നത് ഇത് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ മന്ത്രിച്ചു കൊടുത്ത ഏലസാണ്. യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കൾക്ക് മന്ത്രിച്ചു കൊടുത്തതാണ്. മഹാനായ ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിറക്കി. കുറ്റം എന്തെന്നറിയുമോ? ദേശദ്രോഹം. യോദ്ധാക്കൾക്ക് ഉറുക്ക് മന്ത്രിച്ചു കൊടുത്തതാണ്. ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ചെയ്ത തെറ്റ്. അതിന്റെ പേരിൽ ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്ത് അങ്ങ് വെല്ലൂരിലേക്ക് കൊണ്ടുപോയി, തമിഴ്നാട്ടിലേക്ക്. ആ തമിഴ്നാട്ടിൽ വെച്ചുകൊണ്ട് തൂക്ക് കയറ് വിധിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ അലങ്കരീയമായ വിധി, തൂക്ക് കയറിൽ ഏറ്റപ്പെടുന്നതിന് മുമ്പേ മഹാനായ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് വഫാത്തായി. ഞാൻ സൂചിപ്പിച്ചത് ഹുസൈൻ ആറ്റക്കോയ തങ്ങളോട് ബ്രിട്ടീഷുകാർക്കുള്ള വിരോധത്തിന്റെ കാരണം എന്തെന്നറിയുമോ? അദ്ദേഹം തന്റെ വിശ്വാസമനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച് തന്റെ അനുയായികൾക്ക് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം കിട്ടാൻ വേണ്ടി ഉറുക്ക് മന്ത്രിച്ചു കൊടുത്തു എന്നാണ്. അതിനുവേണ്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവിടെ മൺമറഞ്ഞു കിടക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായിരുന്നു അന്നത്തെ ഇന്ത്യ, അതായിരുന്നു അന്നത്തെ കേരളം, അതായിരുന്നു അന്നത്തെ മലബാർ. ആ മലബാറിലാണ് കുറുക്കുവഴിയിലൂടെ വികലമായ ആശയങ്ങൾ സമൂഹത്തിലേക്ക് സമർപ്പിക്കാനുള്ള തന്ത്രവുമായി കൊണ്ട് ചില ആളുകൾ കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കൂടിയിരുന്നു, ആലോചിച്ചു ഒരുപാട്. ഈ നില തുടർന്നു പോയാൽ അപകടം ചെയ്യും. ഇവിടെയുള്ള മുസ്ലിമിന്റെ ഈമാൻ ചൂഷണം ചെയ്യപ്പെടും. അവരുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണം. അതിനെന്ത് വേണം? ഒരു സംഘടന എന്ന ആശയത്തിലേക്ക് അവർ ചെന്നെത്തി. ആ സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആലോചിച്ചു
ആലോചിക്കേണ്ടത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചപ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇനമായി എഴുതി ചേർത്തത് ഇസ്ലാമിന്റെ തനതായ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരെ വരുന്ന സകല ശക്തികളെയും പ്രതിരോധിക്കലും അതിനെതിരെയുള്ള പ്രചരണം നടത്തലുമാണ് ഈ സംഘടന ദൗത്യം എന്നാണ്. എന്തൊക്കെ എഴുതാമായിരുന്നുവെന്ന് ആ കാലത്തെ ഏറ്റവും ഫിറ്റായ ഏറ്റവും യുക്തമായ തീരുമാനം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് സംഘടിത രൂപമുണ്ടാക്കണം എന്ന് എഴുതലായിരുന്നില്ലേ? പക്ഷെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാർ 26 നോക്കിക്കണ്ടു, 925 നോക്കിക്കണ്ടു, 2025 നോക്കിക്കണ്ടു. എന്നിട്ട് അവര് മനസ്സിലാക്കി ഇതിനേക്കാൾ അപകടമാണ് ബ്രിട്ടീഷുകാരൻ കെട്ടുകെട്ടും, ഇവിടെയുള്ള ഭരണകൂടം പോറും, ഇവിടെ രാജ്യത്ത് ജനാധിപത്യം വരും, മതേതര സംസ്കാരം ഉണ്ടാകും, പാർട്ടികൾ ഉണ്ടാകും. അങ്ങനെയുള്ള കാലത്ത് മുസൽമാന്റെ ഈമാന് കാവലിരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. നമ്മുടെ ഭരണഘടനയിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്ത അന്നത് എഴുതി വെച്ചു. എത്രത്തോളം പ്രസക്തമാണ് ഇന്നത്? ഇന്ന് നമ്മളത് കാണുന്നു. ഗ്രാമാന്തരങ്ങളിൽ മുസൽമാന്റെ ഈമാൻ കവർന്നെടുക്കാനുള്ള ശ്രമങ്ങളുമായി വിവിധ സംഘടനകൾ രംഗത്ത് വരുന്നു. ലിബറലിസത്തിലേക്ക് അത് മനുഷ്യരെ കൊണ്ടുപോകുന്നു. ആദ്യം വഹാബിസത്തിലേക്ക്, പിന്നെ ലിബറലിസത്തിലേക്ക്, അങ്ങനെ മതനിരാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ ഘട്ടം ഘട്ടമായി കൂട്ടിക്കൊണ്ടുപോകുന്ന പണിയെടുക്കുന്നത് അന്ന് രൂപം നൽകിയ ആ സംഘടനയാണ്. അല്ലെങ്കിൽ അന്ന് ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ വിഷവിത്തി വിതച്ച ആ പ്രസ്ഥാനത്തിന്റെ പേരിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ 100 വർഷത്തെ ചരിത്രമെടുത്താൽ അതിനിടയിൽ എവിടെയും ലിബറലിസത്തിലേക്ക്, മതനിരാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ ആനയിച്ചു കൊണ്ടുപോയ ഒരു ഉദാഹരണം പോലും കാണിക്കാൻ നമുക്ക് സാധിക്കില്ല. ബഹുമാനപ്പെട്ട സമസ്ത ആ കാലഘട്ടത്തിൽ തന്നെ ആദർശ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. അന്നത്തെ ചരിത്രം പറയുന്നു, ഓരോ വർഷവും വലിയ സമ്മേളനങ്ങൾ നടത്തും. ഇതുപോലെ മൈക്ക് കെട്ടിയുള്ള വലിയ വെളിച്ചവും സംവിധാനവുമുള്ള കസേരയിട്ട് ആളുകൾ ഇരിക്കുന്ന, സ്റ്റേജ് കെട്ടി പ്രഭാഷകർ കയറി നിൽക്കുന്ന സംവിധാനങ്ങളല്ല. ഒരു നാട്ടിൽ വന്നിട്ട് ആ നാട്ടിലുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുകയാണ്, അഹ്ലുസുന്ന പറഞ്ഞു കൊടുക്കുകയാണ്, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അതിനെതിരെ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. 1 2 കൊല്ലമല്ല, 25 കൊല്ലം ബഹുമാനപ്പെട്ട സമസ്തയുടെ പണി അതായിരുന്നു. 1951 ബഹുമാനപ്പെട്ട സമസ്ത മദ്രസ എന്ന സംവിധാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. 25 കൊല്ലം സമസ്തയുടെ പണി എന്താ? വളരെ കൃത്യമായി ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. 25 കൊല്ലവും ബഹുമാനപ്പെട്ട സമസ്തയുടെ പണി ആദർശം പ്രചരിപ്പിക്കലാണ്. ആദർശത്തിനെതിരായ പ്രസ്ഥാനങ്ങൾ അന്ന് വ്യാപകമല്ല. അവരുടെ പള്ളികൾ നമ്മുടെ നാട്ടിലില്ല, അവരുടെ പ്രസ്ഥാനത്തിന്റെ മദ്രസകളും മറ്റ് കലാലയങ്ങളുമില്ല. പക്ഷെ സമസ്തയുടെ പണിയോ നാട്ടിൻ പുറങ്ങളിലൂടെ സാധാരണ ജനങ്ങൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കുക. 25 കൊല്ലം അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായത്. ആ സന്ദർഭത്തിലാണ് ഇന്ത്യയിൽ മദ്രസ പ്രസ്ഥാനം അനിവാര്യമായി വന്നത്. അങ്ങനെയാണ് മദ്രസക്ക് തുടക്കം കുറിക്കുന്നത്. 1951 വടകരയിൽ ചേർന്ന സമസ്തയുടെ വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മദ്രസ തുടങ്ങാനുള്ള തീരുമാനമെടുക്കുമ്പോ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട സമസ്തക്ക്. ആ ചരിത്രം പറയുന്നു, അന്നത്തെ വലിയ മുതലാളി, സമസ്ത കുടുംബത്തിലുള്ള വലിയ മുതലാളി ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാരാണ്. അബ്ദുൽ ബാരി മുസ്ലിയാർ 25 രൂപ കൊടുത്തു അത്രേ സംഭാവനയായി വിദ്യാഭ്യാസ ബോർഡിന്റെ 1ാമത്തെ ഫണ്ട്. 25 രൂപ കൊടുത്തു. അതോടൊപ്പം അന്നത്തെ മുശാവറയിലെ ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ എല്ലാവരും കൂടി 17 രൂപയും കൊടുത്തു. ആ 17 രൂപയും 25 രൂപയും കൂട്ടിയതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ 11,000-ലധികം വരുന്ന മദ്രസ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സംവിധാനമായ മതവിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ മൂല്യം, ആദ്യത്തെ സമ്പത്ത്
എന്ന് ചരിത്രം പറയുന്നു. ആ സന്ദർഭത്തിലാണ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ വരുന്നത്. മഹാനായ ബാഫക്കി തങ്ങൾ കൊയിലാണ്ടിയിൽ വെച്ച് കൊണ്ട് ഒരു വയല് നടത്തി. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വയല്. ആ വയലിൽ കൊയിലാണ്ടിയിൽ വെച്ച് കൊണ്ട് നടന്ന മതപ്രഭാഷണ പരമ്പരയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയിൽ അവസാനം പരിപാടി കഴിയുമ്പോ 300 രൂപയായിരുന്നു മിച്ചമുണ്ടായിരുന്നത്. 1951 ആ 300-ന് വലിയ മൂല്യമുണ്ട്. മഹാനായ തങ്ങൾ ആ 300 രൂപ വിദ്യാഭ്യാസ ബോർഡിലേക്ക് കൊടുത്തുകൊണ്ടാണ് അതിന്റെ ഫണ്ട് വലുതാവാനുള്ള തുടക്കം കുറിച്ചത് എന്ന് ചരിത്രം പറയുന്നു. പിന്നീട് ഒരു ജൈത്രയാത്രയായിരുന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ ജൈത്രയാത്ര വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രാഥമിക തലത്തിലുള്ള ആ കാലെടുത്ത് വെച്ചത് പിന്നീട് ഒരു കുതിച്ചുചാട്ടമായി. 2025 നമ്മൾ ഇവിടെ സമ്മേളിക്കുമ്പോ 11,000 മദർസകൾ, അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും പരന്നു കിടക്കുന്ന ലോകത്തെ മദർസകൾ സ്ഥാപിച്ച് നടത്താൻ കഴിയാത്ത 32 രാഷ്ട്രങ്ങളിലെ മക്കൾക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് അവരുദ്ദേശിക്കുന്ന ഭാഷയിൽ, ഇംഗ്ലീഷിലോ അറബിയിലോ മലയാളത്തിലോ ഏത് ഭാഷ വേണമെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് കൃത്യമായി മതം പഠിക്കാൻ പറ്റുന്ന ഈ ലേണിംഗ് സംവിധാനം ഉൾപ്പെടെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും കൊണ്ട് മതം പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്ന മഹൽ പ്രസ്ഥാനമായി, അതുല്യമായ പ്രസ്ഥാനമായി ബഹുമാനപ്പെട്ട സമസ്ത വളർന്നു. വിദ്യാഭ്യാസ ബോർഡ് വളർന്നു. ഇതിനിടയിൽ പലരും സമസ്തക്കെതിരെ രംഗത്ത് വന്നു, പല വിധത്തിലും പ്രചരണങ്ങൾ നടത്തി. പക്ഷേ സമസ്ത അതിന്റെ ദൗത്യത്തിൽ നിന്ന് പിറകോട്ട് പോയില്ല. നേരെ കണ്ടെടുത്ത് അത് തുറന്ന് പറയാൻ ബഹുമാനപ്പെട്ട സമസ്ത മടിച്ചില്ല. തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട സമസ്ത അതിനെക്കുറിച്ച് പഠിച്ചു. എന്താണ് തബ്ലീഗ് ജമാഅത്തിന്റെ അപാകത? ഒരുപക്ഷെ നമുക്ക് പോലും അതിന് മറുപടി പറയാൻ കഴിയില്ല. നമ്മുടെ പള്ളിയിലുള്ള പണ്ഡിതന്മാർക്ക് ഉത്തരം പറഞ്ഞാൽ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ പള്ളിയിലേക്ക് കെട്ടും വെട്ടിയുമായി തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ കടന്നു വരുമ്പോ പാടത്ത് പണിയെടുക്കുന്ന സാധാരണ മുസൽമാൻ ഓടി വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ പണി ഇവിടെ വേണ്ട, പള്ളിയിൽ വന്നോളൂ, നിങ്ങൾ നിസ്കരിച്ചോളൂ, തിരിച്ചു പോയിക്കോളൂ. ഈ പണിയെടുക്കാൻ ഇവിടെ മഹല്ല് കമ്മിറ്റി ഉണ്ട്, ഈ പണിയെടുക്കാൻ ഇവിടെ പള്ളിയിൽ ഒരു ഉസ്താദ് ഉണ്ട്, ഈ പണിയെടുക്കാൻ ഇവിടെ സംഘടനകളുണ്ട്. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുന്നത് പണ്ഡിതൻ പോലുമല്ല, സാധാരണക്കാരാണ്. എങ്ങനെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത്? ഒറ്റ മറുപടിയേ ഉള്ളൂ, അവർക്ക് തബ്ലീഗിന്റെ ആശയ ദൗർബല്യങ്ങൾ അറിയില്ല, ആശയ വൈകല്യങ്ങൾ അവർ പഠിച്ചിട്ടില്ല. പക്ഷെ അവർക്കൊന്നറിയാം, സമസ്ത പറഞ്ഞിട്ടുണ്ട് ഇത് പിഴച്ചതാണ്, സമസ്ത പറഞ്ഞിട്ടുണ്ട് ഇവർ പിഴച്ച വിഭാഗമാണ്, അതിലപ്പുറം മറ്റു തെളിവ് അവർക്ക് ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സമസ്ത തബ്ലീഗ് ജമാഅത്തിനെതിരെ തീരുമാനമെടുത്തപ്പോ കൂട്ടത്തിലുള്ളവർ തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. ചരിത്രം അത് പറയുന്നുണ്ടല്ലോ. തബ്ലീഗ് ജമാഅത്തിനെ എതിർത്തപ്പോ മുശാവറയിലും പ്രസംഗവേദിയിലും കൂടെ നടന്ന ആളുകൾ തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. മാത്രമല്ല അവരത് പരസ്യമായി പ്രകടിപ്പിച്ചു. എന്നിട്ട് അവര് സമാന്തരമായ സംഘടന ഉണ്ടാക്കി. സമസ്ത നേരിട്ട ഇന്നലകളിലെ വെല്ലുവിളികൾ നമ്മൾ വായിക്കുമ്പോൾ വർത്തമാനകാലത്തെ അല്പസ്വല്പം ചില അപസ്വരങ്ങളൊക്കെ വളരെ നിസ്സാരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. കൂടെ നടന്നവർ എതിർത്തു എന്ന് മാത്രമല്ല, അവർ സമാന്തരമുണ്ടാക്കി. ആ സമാന്തരമുണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ പേര് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്നായിരുന്നു. ആളുകൾ വല്ലാതെ വെപ്രാളപ്പെട്ടു, വേവലാതിപ്പെട്ടു. ഇത് സമസ്തയുടെ പതനത്തിനുള്ള തുടക്കമാകുമോ? ഈ പ്രസ്ഥാനം നശിച്ചു പോകുമോ? വളരെ പ്രഗത്ഭരായ ആളുകളാണ് നേതൃത്വം കൊടുക്കുന്നത്. വല്ലാത്ത ഒരു പ്രതിസന്ധി. കോഴിക്കോട് കുറ്റിച്ചിറയിൽ ഒരു മഹാസമ്മേളനം വിളിച്ചുകൂട്ടി ബഹുമാനപ്പെട്ട സമസ്ത. ആ സമ്മേളനം തബ്ലീഗ് ജമാഅത്തിന്റെ ആശയ വൈകല്യങ്ങളുടെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടലായിരുന്നു ലക്ഷ്യം. ആ സമ്മേളനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗമായി ആ വേദിയിൽ നടന്നത് മഹാനായ PMS തങ്ങൾ മഹാനവരുടെ പ്രസംഗമാണ്. തങ്ങൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇവിടെ അഖിലയും വേണ്ട, പുകിലയും വേണ്ട, ഇവിടെ സമസ്ത മതി. അതൊരു പ്രഖ്യാപനമായിരുന്നു, അന്ത്യത്തിന്റെ പ്രഖ്യാപനം, അഖിലയുടെ അന്ത്യം കുറിക്കുന്ന പ്രഖ്യാപനമായിരുന്നു കോഴിക്കോട് നടന്ന ആ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ തലമുറയോട് അഖിലയുണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു തെളിവ് പോലും ബാക്കിയാവാതെ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ പ്രസ്ഥാനം നാമാവശേഷമായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ബഹുമാനപ്പെട്ട സമസ്തയുടെ പാത, സമസ്തയുടെ പടി, സമസ്തയുടെ ലക്ഷ്യം അത് സച്ചരിതരായ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ നേർദിശയാണ്, നേർവഴിയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വർത്തമാനകാലത്ത് ഒരുപാട് തരീഖത്തുകൾ നമ്മളൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് തരീഖത്തുകൾ ഇസ്ലാം തരീഖത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇസ്ലാം തരീഖത്തിന് അംഗീകരിക്കുന്നുണ്ട്, അതിന്റെ മശായിഖന്മാർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ മാസത്തിലും മഹാനായ ശൈഖ് റിഫായി തങ്ങളുടെ ആണ്ട് നടത്തിയവരായിരിക്കും ഈ ഇരിക്കുന്നവരിൽ പലരും. ഓരോ മാസവും മഹാന്മാരെ നമ്മൾ സ്മരിക്കുന്നുണ്ട്, ഓരോ മസാറുകളിലും നമ്മൾ സന്ദർശിക്കുന്നുണ്ട്, സിയാറത്ത് ചെയ്യുന്നുണ്ട്. തരീഖത്ത് അവഗണിക്കപ്പെടേണ്ടതല്ല, അത് മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, അതൊരു സത്യമാണ്. അത് അല്ലാഹുവിന്റെ ദീനിന്റെ ഔന്നത്യത്തിലേക്കുള്ള നല്ലൊരു വഴിയാണ്. പക്ഷേ അത് അറിയുന്നവരാവണം ആ വഴിയിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. വിവരമില്ലാത്തവർ തരീഖത്തിന്റെ വക്താക്കളായാൽ, വിവരമില്ലാത്തവർ സാധാരണക്കാരായ ആളുകൾക്ക് തരീഖത്ത്
പഠിപ്പിച്ചു കൊടുത്താൽ ഉള്ള ഈമാൻ നഷ്ടപ്പെടും. ബഹുമാനപ്പെട്ട സമസ്ത ജാഗ്രതയോടെ തരീഖത്തിന്റെ വരവുകൾ നോക്കിക്കണ്ടു. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഒരുപാട് തരീഖത്തുകളുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും ഈ ഉമ്മത്തിനെ നോക്കിയിട്ട് എന്നാൽ ഇന്ന് തരീഖത്തിൽ നിങ്ങൾ അംഗങ്ങളായിക്കോളൂ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല. തന്റെ ശിഷ്യന്മാരോട് പോലും പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഇത് നിസ്സാരമായ സംഗതിയല്ല. അങ്ങനെയുള്ള നാട്ടിൽ തരീഖത്തുകൾ വന്നു. ഏറ്റവും അവസാനം നമ്മൾ കണ്ടു ആലുവ തരീഖത്തിനെ. ആലുവ തരീഖത്തിന്റെ പ്രചാരകരും പ്രഭാഷകരും നമ്മുടെ വേദിയിലെ പ്രഭാഷകരാണ്. SKSF-നും സമസ്തക്കും വേണ്ടി പ്രസംഗിച്ചവരാണ് ആലുവ തരീഖത്തിന് വേണ്ടി പ്രസംഗിക്കുന്നത്. അവരാണ് ആലുവ തരീഖത്തിന് വേണ്ടി എഴുതുന്നത്. അവരാണ് ആലുവ തരീഖത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. അവസാനം അപകടം വല്ലാതെ വ്യാപകമായപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളുടെ അംഗങ്ങളിൽ പോലും അവർ കടന്നുകൂടി. നമ്മുടെ ഉസ്താദുമാരിൽ വലിയൊരു വിഭാഗം അവരിൽ അകപ്പെട്ടു പോയി. അപകടകരമായ അവസ്ഥയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആൾ നിശ്ചയിച്ചു. ആ അന്വേഷണം ആലുവ തരീഖത്ത് പിഴച്ചതാണ് എന്ന തിരിച്ചറിവ് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ ബഹുമാനപ്പെട്ട സമസ്തയെ നിർബന്ധിച്ചു. ആ പ്രഖ്യാപനം നടത്തുമ്പോൾ പലരും ആശങ്ക പറഞ്ഞു, ഇത് പറഞ്ഞാൽ ഇവിടെ സമസ്ത തകർന്നു പോകും, നമുക്ക് പ്രസംഗിക്കാൻ ആളില്ലാതെ വരും, നമുക്ക് എഴുതാൻ ആളെ കിട്ടാതെ വരും, നമ്മുടെ സ്ഥാപനത്തിലെ മക്കളൊക്കെ കൊഴിഞ്ഞു പോകും, സ്ഥാപനത്തിലെ ഉസ്താദുമാർ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ആത്മഹത്യാപരമാണത്, അത് പ്രഖ്യാപിക്കരുത്. പക്ഷേ അന്നത്തെ അധ്യക്ഷനായിരുന്ന മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദും അന്നത്തെ ഏറ്റവും വലിയ ആക്ഷേപമായിരുന്ന മഹാനായ ഉപാധ്യക്ഷൻ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അവർ തീരുമാനമെടുത്തു, മുശാവറ തീരുമാനിച്ചു ആലുവ തരീഖത്തിന്റെ അപകടത്തെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പരസ്യമായി സമ്മേളനം വിളിച്ചു. ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആലുവ തരീഖത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രഭാഷണം നടത്തി. അവസാനം എന്ത് സംഭവിച്ചു എന്ന് ഇന്ന് നമ്മൾ നോക്കുക. ആലുവ തരീഖത്തിന്റെ ആളുകൾ ഇവിടെ ആലുവയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് ആലുവ തരീഖത്തിന്റെ സുൽത്താനെ കാണാൻ വന്നതാണ് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത വിധം ആലുവ തരീഖത്ത് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട വിഭാഗമായി മാറിപ്പോയി എന്നുള്ളത് നമ്മുടെ പോലീസല്ല, സമസ്തയുടെ വഴി അത് യഥാർത്ഥ ദീനിന്റെ വഴിയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വസ്തുതയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നൂറ്റാണ്ട് പൂർത്തിയാവാൻ പോകുന്നു ബഹുമാനപ്പെട്ട സമസ്തക്ക്. ഈ കാലയളവിലെ നമ്മളെ നയിച്ച മഹാന്മാരായ മുൻഗാമികളുണ്ടല്ലോ, ആരും പിഴച്ചു പോയിട്ടില്ല, ആരും നമ്മുടെ നരകത്തിലേക്ക് കൊണ്ടുപോകില്ല. അവരിലൂടെ കൈവന്ന ഇന്ന് മഹാനായ സയ്യിദുൽ ഉലമ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന 40 അംഗ മുശാവറയിലെ പണ്ഡിതന്മാർ ഏറ്റെടുത്ത ഈ മഹൽ ദൗത്യത്തിന്റെ ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, 2016 ആലപ്പുഴയിലെ കടൽത്തീരത്ത് പരന്നൊഴുകിയ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മഹാനായ മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നബ്ബറല്ലാഹു മർക്കദ ഇനി നമുക്ക് 100ാം വാർഷികം ആഘോഷിക്കാം എന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ 100ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ നമ്മളോടൊപ്പം പങ്കാളിയാവാൻ മഹാനായ തങ്ങളില്ല. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആ വേദിയിൽ ഒരു നീണ്ട നിരണ്ടായിരുന്നു, പണ്ഡിതന്മാരുടെ നീണ്ട നിര, ഉമറാക്കളുടെ നീണ്ട നിര. അതിൽ പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല. 100ാം വാർഷികത്തിന് വേണ്ടി ദിവസം എണ്ണി കാത്തിരിക്കുമ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ നിയമത്തെ ചെറുതല്ല, അവരെല്ലാം പോയി മറിഞ്ഞു ആരുടെ മണ്ണിൽ. നമുക്ക് അല്ലാഹു ദീർഘായുസ് നൽകി, ആഫിയത്ത് നൽകി. അതിനുള്ള ശുക്രാപണം സമസ്തക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, 100ാം വാർഷികത്തിന്റെ പ്രചരണം. ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട സമസ്തക്ക് വേണ്ടിയുള്ള പ്രവർത്തനമുണ്ടല്ലോ, അത് ഇബാദത്താണ്. നമുക്കത് പഠിപ്പിച്ചു തന്നത് CH ഹൈദ്രോസ് മുസ്ലിയാരാണ്. മുദരിസായിരുന്ന CH ഹൈദ്രോസ് മുസ്ലിയാർ, കിതാബ് ഓതി കൊടുത്ത് മുത്തഅല്ലിമീങ്ങളെ പണ്ഡിതരാക്കുന്ന പണിയെടുത്തിരുന്ന മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ സൂഫിയാണ്, ആബിദാണ്, ആലിമാണ്. മഹാനായ CH ഉസ്താദ് ഒരു ദിവസം തന്റെ ദർശനം അവസാനിപ്പിക്കുകയാണ്. ഇനി ദർശനം നടത്തുന്നില്ല, മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നില്ല. എന്താ കാരണം? ബഹുമാനപ്പെട്ട സമസ്ത ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ പണി എന്നറിയുമോ? സുന്നി യുവജന സംഘത്തിന്റെ ഓർഗനൈസർ എന്ന പണി. നാടിനീളം നടന്നു പോകണം, ആളുകളെ കാണണം, സംഘടന വിളിച്ചു കൂട്ടണം, യോഗം കൂടണം. അതിനുവേണ്ടി ദർസിൽ ഇരുന്നാൽ സമയം കിട്ടൂല. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? മഹാനായ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് ആലോചിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് ദുആ ചെയ്തു. ഏതാണ് ഖൈറെന്ന് ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് ബോധ്യമായി. ദർസ് നടത്തി കിതാബ് ഓതി കൊടുത്ത് പണ്ഡിതരെ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പുണ്യമാണ് സമസ്തക്ക് വേണ്ടി നടന്ന് സംഘടന ഉണ്ടാക്കി ഓർഗനൈസറായി സേവനം ചെയ്യൽ. അതുകൊണ്ട് ഞാൻ ദർസ് നിർത്തുകയാണ്. മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ നിസ്സാരക്കാരനല്ല. അതുകൊണ്ട് മഹാനായ ഹൈദ്രോസ് മുസ്ലിയാർ കാണിച്ച വഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്ന വഴി. KP ഉസ്മാൻ സാഹിബ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ സർക്കാർ ജോലിയിൽ തുടരുകയാണെങ്കിൽ ശമ്പളം കിട്ടും, സർക്കാരിന്റെ ശമ്പളം കിട്ടും. അന്നാണത് ആ കാലത്ത് സർക്കാർ ജോലി. മാത്രമല്ല മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ റിട്ടയർഡ് ആയാൽ പെൻഷൻ കിട്ടും, മരണപ്പെട്ടു പോയാൽ ആശ്രിത നിയമനം കിട്ടും. അതൊക്കെ ഉണ്ടായിട്ടും ജോലി രാജിവെച്ചുകൊണ്ട് ചേടാരിയിലേക്ക് വണ്ടി കയറി മഹാനായ KP ഉസ്മാൻ സാഹിബ്. എന്തിനു വേണ്ടി അറിയോ? ഈ പണ്ഡിതന്മാരുടെ കൂടെ നടക്കാൻ, ഉലമാക്കളോടൊപ്പം നടക്കാൻ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ. വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനത്തിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ഉസ്മാൻ സാഹിബ് അതുവഴി നേടിയെടുത്തത് ദുനിയാവിലെ പെൻഷനല്ല, ആശ്രിത നിയമനമല്ല, ആഖിറത്തിലുള്ള സൗഭാഗ്യമാണ്, അല്ലാഹുവിന്റെ കോടതിയിലുള്ള വിജയമാണ്. ആ വഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്ന വഴി. മഹാനായ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? കണ്ടവരാണ് നമ്മൾ. സൂഫിയായിരുന്നു അദ്ദേഹം. മരണത്തിനിടയിൽ അദ്ദേഹം കരഞ്ഞത് കണ്ട ചില ആളുകൾ പറഞ്ഞ ഒരു അനുഭവം, അദ്ദേഹം കരഞ്ഞത് ശരീരം വേദനിച്ചപ്പോഴല്ല, ശരീരത്തിൽ ക്യാൻസർ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴല്ല, ക്യാൻസറിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയപ്പോൾ തന്റെ താടി രോമങ്ങൾ വടിക്കാൻ വേണ്ടി കത്തിയുമായി വരുന്ന സ്റ്റാഫിനെ കണ്ടപ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ചെടിയാണ് എന്റെ താടി രോമങ്ങൾ, അത് വടിച്ചു മാറ്റുകയാണോ? കഴിക്കുന്നു അദ്ദേഹം, കഴിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടപ്പോൾ അവിടെ ഒരു ധാരണയിലെത്തി എന്നാണ്. എന്നാൽ നമുക്ക് മുഴുവൻ പഠിക്കണ്ട, ഓപ്പറേഷൻ ചെയ്യേണ്ട ഭാഗം മാത്രം പഠിക്കാം. അവസാനം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പുറത്ത് വരുമ്പോൾ വികൃത മുഖമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വികൃതമായി തോന്നില്ല. പകുതി ഭാഗത്തെ താടിയെങ്കിലും ബാക്കി വെക്കാൻ സാധിച്ചല്ലോ. എന്താ സായുജ്യമായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്. അതായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ്. സുന്നത്തിന്റെ ഒരു കണികയെങ്കിലും വിട്ടുപോകാതെ എങ്ങനെ ജീവിക്കാം എന്ന് ശ്രദ്ധിച്ചിരുന്ന സൂഫിബനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ കേൾക്കണം. അത് ബഹുമാനപ്പെട്ട സമസ്തയെ കുറ്റം പറയുമ്പോൾ, സമസ്തക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ, സമസ്ത എന്ന പണ്ഡിത സഭയെ ചെറുതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ട വാക്കാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട സമസ്ത ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ, 40 അംഗ മുശാവറ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ, ആ തീരുമാനത്തിൽ നിനക്ക് സംശയം തോന്നുന്നുണ്ടോ, ആ തീരുമാനത്തിൽ നിനക്ക് സംശയമുണ്ടോ എങ്കിൽ നീ പേടിക്കണം, നിന്റെ ഈമാനിനെന്തോ തകരാറുണ്ട് എന്നാണ് അതിനർത്ഥം. ആരാ പറഞ്ഞത്? നമ്മൾ കണ്ടു മരിച്ചുപോയ അത്തിപ്പറ്റ ഉസ്താദ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ രക്ഷപ്പെടണം, നമ്മുടെ ആക്ടിവിറ്റി നന്നാവണം, നമുക്ക് സത്യത്തിനോടൊപ്പം സ്വർഗ്ഗത്തിലെത്തണം. മഹാനായ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മൾ കണ്ട ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ, കണ്ണിയത്ത് ഉസ്താദിലൂടെ, ശംസുൽ ഉലമയിലൂടെ, പാറന്നൂർ ഉസ്താദിലൂടെ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ചേലക്കാട് ഉസ്താദിലൂടെ നമ്മൾ കണ്ട ആ മുശാവറയുണ്ടല്ലോ, ഇന്നും നമ്മളോടൊപ്പമുണ്ട്. ആ മുശാവറയുടെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ശിരസാവഹിച്ചുകൊണ്ട് ദീനീ കാര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകലാണ് ആക്ടിവിറ്റി നന്നാവാനുള്ള ഏക മാർഗം. അതിനുള്ള പാതയം ഒരുക്കലാണ് SKSF-ന്റെ ഈ
വേദിയിലൂടെ ഇവിടെ ലക്ഷ്യം വെച്ചത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായി ഈ ഒരു അവസരത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന തുടർന്നുള്ള എല്ലാ പരിപാടികളിലും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവുകയും ഈ വരുന്ന ഫെബ്രുവരിയിൽ കാസർഗോഡ് ചരിത്രം സൃഷ്ടിക്കുന്ന മഹാസംഗമം നമ്മൾ പോയാലും നടക്കും, പോയില്ലെങ്കിലും നടക്കും, പക്ഷേ ഞാനതിൽ ഉണ്ടാവണം എന്ന തിരിച്ചറിവോടുകൂടെ ആഫിയത്തുള്ളവരൊക്കെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് സമസ്തയുടെ ഭാഗമായി അവസാന ശ്വാസം വരെ ജീവിക്കാൻ നമ്മളൊക്കെയും ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.